പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 14-ാം അധ്യായം മോക്ക് പോളിനെ കുറിച്ചാണ്. പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ പോകുന്ന കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ്, ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുവാനാണ് മോക്ക് പോൾ നടത്തുന്നത്. നമുക്ക് ലഭിച്ച കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ 3 ബാലറ്റ് യൂണിറ്റുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണെങ്കിൽ 1 ബാലറ്റ് യൂണിറ്റുമാണ് ഉണ്ടാവുക. ഇവ അതിൻ്റെ കാരിയിങ് കേസിൽ നിന്ന് എടുത്ത് പ്രവർത്തനത്തിന് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം നിർവഹിക്കാനുള്ളത്. ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത്. കണക്ട് ചെയ്യുമ്പോൾ കണക്ഷൻ ഫുഡിലെ ചുവന്ന നിറത്തിലുള്ള ഭാഗം സോക്കറ്റിലെ ചുവന്ന നിറത്തിലുള്ള ഭാഗത്ത് തന്നെ കണക്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലാണെങ്കിൽ ബാലറ്റ് യൂണിറ്റിന്റെ നേരെ കൺട്രോൾ യൂണിറ്റിന്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്താൽ മതിയാകും. എന്നാൽ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്തിലേക്കും, ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. പഞ്ചായത്ത് തലത്തിൽ നൽകിയിട്ടുള്ള 3 ബാലറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തലത്തിലേക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുവാൻ സ്ലൈഡ് സ്വിച്ച് നോക്കുക. സ്ലൈഡ് സ്വിച്ചിന്റെ പൊസിഷൻ 1 ആണെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റ് ആണ്, 2 ആണെങ്കിൽ അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളതാണ്, 3 ആണെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ലൈഡ് സ്വിച്ചിന്റെ പൊസിഷൻ 1 ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കണം. കണക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിന്റെ പുറകുവശത്തുള്ള സ്വിച്ച് ഉപയോഗിച്ച് പവർ ഓൺ ചെയ്യേണ്ടതാണ്. തുടർന്ന് കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷനിലുള്ള ഔട്ടർ കവറും ഇന്നർ കവറും തുറന്നു വെക്കണം. കൺട്രോൾ യൂണിറ്റിലുള്ള ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുക. ബാലറ്റ് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പ് ചുവന്ന നിറത്തിൽ ഗ്ലോ ചെയ്യുന്നതും ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് പച്ച നിറത്തിൽ ഗ്ലോ ചെയ്യുന്നതുമാണ്. ഏതെങ്കിലും ഒരു പോളിംഗ് ഏജന്റിനെ കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുവാൻ പറയുക. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റിലുള്ള റെഡി ലാമ്പും രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ചുവന്ന ലാമ്പും അണയുകയും അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലെ ബിസി ലാമ്പും അണയുകയും ഒരു ബീപ്പ് ശബ്ദം, ലോങ് ബീപ്പ് ശബ്ദം വരികയും ഈ ബീപ്പ് ശബ്ദം അവസാനിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം വോട്ട് രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രക്രിയ എല്ലാ പോളിംഗ് ഏജന്റുമാരുമായി ചെയ്യുക. എല്ലാവർക്കും ഈക്വൽ ചാൻസ് നൽകുന്ന രൂപത്തിലായിരിക്കണം വോട്ട് രേഖപ്പെടുത്തേണ്ടത്. രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ഏത് സ്ഥാനാർത്ഥിക്കാണെന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കണം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും മോക്ക് പോളിൽ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. വോട്ടിംഗ് പ്രക്രിയ നടക്കുമ്പോൾ പഞ്ചായത്തിലേക്ക് 3 വോട്ടുകളാണ് ഒരാൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഏജന്റ് 3 വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ, ഒന്നിലധികമോ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതല്ല എങ്കിൽ അദ്ദേഹത്തോട് ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിലെ ഏറ്റവും അവസാനം കാണുന്ന ചുവന്ന നിറത്തിലുള്ള എൻ ബട്ടൺ പ്രസ് ചെയ്യാൻ പറയണം. എൻ ബട്ടൺ പ്രസ് ചെയ്താൽ വോട്ട് രേഖപ്പെടുത്തിയതായി അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരുടെയും വോട്ടിംഗ് പൂർത്തീകരിച്ചാൽ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് ആകെ വോട്ടുകളുടെ എണ്ണം എഴുതി വെച്ചതും മെഷീനിൽ ലഭിച്ചതും തുല്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. തുടർന്ന് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആകെ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും ഓരോ പോസ്റ്റിലേക്കും പോസ്റ്റ് 1,
ഗ്രാമപഞ്ചായത്ത് പോസ്റ്റ് 2, ബ്ലോക്ക് പഞ്ചായത്ത് പോസ്റ്റ് 3, ജില്ലാ പഞ്ചായത്തിലേക്കും ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം അതിൽ കാണാം. ഈ വോട്ടുകൾ നേരത്തെ എഴുതി വെച്ച വോട്ടുകളുമായി തുല്യമാണോ എന്ന് നോക്കണം. ടോട്ടൽ വോട്ടും ഈ വോട്ടുകളും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. ഒരു ഏജന്റ് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്കോ വോട്ട് രേഖപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യാസം വരും. ഇതിനെ അണ്ടർ വോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ബാലറ്റ് ട്രിഗർ ചെയ്യാൻ വീണ്ടും ശ്രമിക്കുക. മെസ്സേജായി ഇൻവാലിഡ് എന്ന് വരും. ഇതിനർത്ഥം ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ മെഷീനിൽ പിന്നീട് വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. തുടർന്ന് റിസൾട്ട് 1 ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ തലത്തിലേക്കും മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം കിട്ടും. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ച വോട്ടുകളുമായി തുല്യമാണോ എന്ന് നോക്കണം. ഈ റിസൾട്ട് ഒരു സീക്വൻസിലാണ് വരിക. ആ സീക്വൻസ് കഴിയുന്നത് വരെ പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും കാത്തിരിക്കേണ്ടതുണ്ട്. റിസൾട്ടിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി റിസൾട്ട് 1 ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും ആ സീക്വൻസ് ഡിസ്പ്ലേ ചെയ്തു വരും. സംശയമെല്ലാം തീർന്ന് വോട്ടുകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നേരത്തെ രേഖപ്പെടുത്തിയ വോട്ടുകൾ മായ്ച്ചു കളയുന്നതിനായി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്താൽ ടോട്ടൽ വോട്ട്സ് പോൾഡ് 0 എന്ന് കാണിക്കും. ഇത് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോളിംഗ് പ്രക്രിയ ഒരു സീക്വൻസിൽ തന്നെ നടത്തേണ്ടതുണ്ട്. ആദ്യം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീനിൽ വോട്ടുകൾ ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തണം. തുടർന്ന് ഓരോരുത്തരായി ഏജന്റുമാരോ പോളിംഗ് ഉദ്യോഗസ്ഥരോ വോട്ട് ചെയ്ത് എല്ലാ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്ത് അത് പൂർത്തിയാക്കിയാൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് 1 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ, ഓരോ തലത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം എഴുതിയെടുത്ത് കൃത്യമാണെന്ന് ബോധ്യം വന്നാൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ മെഷീനിൽ നിന്ന് മായ്ച്ചു കളയേണ്ടതുണ്ട്. അതിന് ക്ലിയർ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ക്ലിയർ ബാലറ്റ് ക്ലോസ് റിസൾട്ട് ക്ലിയർ എന്നാണ് ഈ സീക്വൻസ് വരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. മോക്ക് പോളിന്റെ പ്രക്രിയ ഇതോടെ അവസാനിക്കുന്നു. ത്രിതലം ലളിതത്തിന്റെ 14-ാം അധ്യായത്തിൽ മോക്ക് പോളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏവർക്കും പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.